ഇനി പഠിച്ചാലും LTC 2024 എക്സാം ഉയർന്ന റാങ്കോടുകൂടി പാസ്സാകാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഉയർന്ന റാങ്ക് നേടാൻ സാധിക്കുമോ, ഈ ഒരു സംശയമുള്ളവരാണ് നമ്മളിൽ ഭൂരിപക്ഷ ആൾക്കാരും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്കിപ്പോൾ പരീക്ഷ ഏത് മാസങ്ങളിലാണെന്ന് വന്നു. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലായിട്ടാണ് നടക്കുന്നത്. ഇതിൽ പല ജില്ലയിലുള്ള ആൾക്കാർ ഇത് കേൾക്കുന്നുണ്ടായിരിക്കാം. ഒക്ടോബറിലൊക്കെ ഉള്ളവർ ഇനി ഒരുപാട് സമയമുണ്ടല്ലോ എന്ന് കരുതുന്നുണ്ടാവാം. ജൂലൈയിലുള്ളവർ അതെന്താ ഞങ്ങൾക്ക് മാത്രം ആദ്യം, അല്ലെങ്കിൽ നേരത്തെ കഴിയുമല്ലോ എന്ന് കരുതുന്നവരുണ്ടാകാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരീക്ഷ എന്ന് വന്നാലും അതേത് ദിവസം വന്നാലും നമ്മൾ റാങ്ക് ലിസ്റ്റിൽ എത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ മുൻപിൽ വർഷങ്ങളായി ഈ എക്സാമുകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവുക, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളോ മാസങ്ങളോ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാകാം. പരീക്ഷയെപ്പറ്റി യാതൊരു ധാരണയുമില്ലാത്ത പുതിയതായി വന്ന ആൾക്കാരുണ്ടാകാം. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ നമുക്ക് മുൻപിലുണ്ട്. പക്ഷേ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഒന്നാമതെത്തുക, ഇതിലേത് തരത്തിലാണ് നമ്മൾ പെടുന്നതെങ്കിലും നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഒന്നാമതെത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ വർഷങ്ങളുടെ അനുഭവ സമ്പത്തോ വർഷങ്ങളായി പഠിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ആദ്യം എത്താൻ പറ്റുമെന്ന ധാരണ വേണ്ട. പുതിയതായിട്ട് വന്ന ആൾക്കാരല്ലേ, അപ്പം റാങ്ക് ലിസ്റ്റിൽ എത്താൻ ഒരു സാധ്യതയില്ല. കുറേ അധികം എക്സാമുകൾ എഴുതി കുറേ തഴക്കം വന്നതിന് ശേഷം മാത്രമേ നമുക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് കടക്കാൻ പറ്റൂ എന്ന ധാരണയുണ്ടെങ്കിൽ അതും വേണ്ട. കാരണം PSCയുടെ ഒരു കുറച്ച് വർഷങ്ങളിലായിട്ടുള്ള ഒരു രീതി നോക്കിയാൽ പരീക്ഷകളുടെ പാറ്റേണുകൾ മാറുന്നുണ്ട്, ചോദ്യങ്ങളുടെ നിലവാരങ്ങളിൽ വ്യത്യാസം വരുന്നുണ്ട്, ചോദ്യങ്ങളുടെ രീതിയെ മാറുന്നുണ്ട്. ചിലപ്പോൾ ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ 10ാം തരം എക്സാമുകൾക്കോ അല്ലെങ്കിൽ +2 തരത്തിലുള്ള എക്സാമുകൾക്കോ ചോദിക്കുന്നുണ്ട്. പരീക്ഷയുടെ രീതികളെ മാറുന്നുണ്ട്. അത് മാത്രമല്ല, നമുക്കൊരു പരീക്ഷ ക്രാക്ക് ചെയ്യുന്നതിന് നമ്മൾ സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഫോളോ ചെയ്ത് പോയാലേ പറ്റൂ എന്നൊന്നുമില്ല. നിങ്ങളുടെ ലക്ഷ്യം 2024 LTC പരീക്ഷയിൽ ആദ്യത്തെ 100 റാങ്കിനുള്ളിൽ എത്തണം എന്നാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്താൽ മതി. നിങ്ങൾ ഇന്നു മുതൽ പഠിക്കാൻ തുടങ്ങിയ ഒരാളാണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ 100ൽ ഒരാളായിട്ട് മാറാൻ പറ്റും. അത് ഉറപ്പുള്ള കാര്യമാണ്. പക്ഷേ പറയുന്ന ഈ കാര്യങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഒന്നാമതായിട്ട് നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റ് വേണം. സെൽഫ് ഡൗട്ട് പാടില്ല. എന്നെക്കൊണ്ട് പറ്റുമോ അല്ലെങ്കിൽ എനിക്ക് സാധിക്കുമോ എന്നുള്ളൊരു ഡൗട്ട് അതെല്ലാവരിലും ഉള്ളൊരു ഡൗട്ടാണ്. അത് പാടില്ല എന്നുള്ളതാണ് ആദ്യം വേണ്ട കാര്യം. കാരണം നിങ്ങൾ കാണാറുള്ളതാണ്, ഒരുപാട് സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും ഒക്കെ വലിയ റാങ്ക് നേടുന്ന ആൾക്കാരൊക്കെ 12 മണിക്കൂർ പഠിച്ചു, 24 മണിക്കൂർ പഠിച്ചു, അല്ലെങ്കിൽ ഉറക്കം മുളച്ചിരുന്ന് പഠിച്ചു, ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്താണ് ലക്ഷ്യത്തിലെത്തിയതെന്നൊക്കെ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. ഒരാൾക്ക് 12 മണിക്കൂർ എടുത്തു പഠിക്കുന്ന കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് 3-4 മണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റും. നമ്മുടെ എല്ലാം കപ്പാസിറ്റിയും IQവും എല്ലാം ഡിഫറൻ്റാണ്. അപ്പോൾ ഒരാളെ നോക്കി അയാൾ ചെയ്യുന്ന അത്ര എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നോർത്ത് വിഷമിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ആ സമയം മാത്രമാണ്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. മറ്റൊരാളുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്യുക? സെൽഫ് റെസ്പെക്റ്റോടുകൂടി എനിക്ക് നേടാൻ പറ്റും, എനിക്കിതാണ് ലക്ഷ്യം എന്നുള്ള ഒറ്റ കാര്യത്തിൽ മുൻപോട്ട് പോവുക. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഞാനിത് നേടിയിട്ടേ പിന്മാറൂ എന്നാണ്. അല്ലാതെ പകുതി വഴിയിൽ ഇത് ഉപേക്ഷിക്കാനോ പകുതി വഴിയിൽ നിങ്ങളുടെ ലക്ഷ്യത്തെ കളയാനോ നിങ്ങൾ ശ്രമിക്കരുത്. ചുറ്റുപാട് വരുന്ന ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നവരുണ്ട്. പഠിച്ചുകൊണ്ടിരുന്നാൽ മതിയോ, പഠിച്ചാൽ മതിയോ, ജോലി കിട്ടുമോ കിട്ടില്ലയോ, പഠിച്ചിട്ടൊന്നും കാര്യമില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. ഇവർക്കെല്ലാം മറുപടി കൊടുക്കാൻ നിങ്ങൾ നിൽക്കരുത്. ഇവർക്കൊക്കെ മറുപടി കൊടുക്കാൻ നിന്നാലുണ്ടല്ലോ, ഈ മറുപടി കൊടുത്തുകൊണ്ടിരിക്കാനേ നമുക്ക് സമയമുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? മറ്റുള്ളവരെ എല്ലാം ആദ്യം നിങ്ങൾക്കിപ്പോൾ പരീക്ഷ അടുത്തു വന്നു, ഇനി ഇതൊക്കെ ഓർത്തിരിക്കാനുള്ള സമയം അല്ലെങ്കിൽ ഓർത്തത് വേസ്റ്റ് ചെയ്യാനുള്ള സമയം നിങ്ങൾക്കില്ല. ഇത്തരം ചോദ്യങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. കാരണം കുറച്ച് മാസങ്ങളെ നമ്മുടെ മുൻപിലുള്ളൂ. ആ മാസത്തിനുള്ളിൽ ആ ഒരു പരീക്ഷയെ ക്രാക്ക് ചെയ്യുകയാണ് വേണ്ടത്. മറ്റൊരു കാര്യം, ഈ പരീക്ഷ അടുക്കാറാവുമ്പോൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്, എനിക്കൊരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ 1 വർഷമോ 6 മാസമോ മുൻപിലുണ്ടെങ്കിൽ അവിടെ എൻ്റെ കൺസിസ്റ്റൻസി നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. പല സന്ദർഭങ്ങളുണ്ടാകുമ്പോൾ പല കാര്യങ്ങളുണ്ടാകുമ്പോൾ നമുക്ക് കൺസിസ്റ്റൻസി നഷ്ടപ്പെടും. അങ്ങനെ കൺസിസ്റ്റൻസി നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലക്ഷ്യത്തിലേക്കുള്ള ദൂരം കൂടത്തേ ഉള്ളൂ.
അപ്പോൾ എന്ത് ചെയ്യുക, പരീക്ഷ ഉടനെ ഉണ്ട്, ഒരു 2 മാസം കഴിഞ്ഞ് പരീക്ഷയാണ്, അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞ് പരീക്ഷയാണെങ്കിൽ നമുക്ക് ആ സ്ഥിരത മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. കാരണം എന്താ, നമ്മുടെ മനസ്സിൽ പരീക്ഷ വരുന്നല്ലോ എന്നുള്ളൊരു ചിന്തയുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, പരീക്ഷ അടുത്ത് വന്നത് നമുക്ക് ഏറ്റവും ഗുണകരമാണ് എന്ന് വിശ്വസിക്കുക. പിന്നെ നിങ്ങൾ പഠിച്ചുകൊണ്ട് പഠനത്തിൽ മാത്രം ഇരുന്ന് ഈ പരീക്ഷയ്ക്ക് ശ്രമിക്കുന്നവരുണ്ട്, മറ്റ് ജോലികൾ ചെയ്തുകൊണ്ടിരുന്ന് പഠിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് പഠിക്കാൻ പറ്റുന്ന സമയം ഏതാണോ ആ സമയം എത്രയാണെന്ന് നിങ്ങൾക്ക് നല്ല ബോധ്യം വേണം. ആ സമയം നിങ്ങൾ തിരഞ്ഞെടുക്കണം. കാരണം ഞാൻ എല്ലാവരോടും പറയില്ല രാവിലെ എഴുന്നേറ്റിരുന്ന് പഠിക്കുന്നത്. കാരണം രാവിലെ എഴുന്നേൽക്കാൻ നല്ല ബുദ്ധിമുട്ടും മടിയും ഉള്ളവരുണ്ട്. അവർക്ക് രാത്രി ആയിരിക്കാൻ നന്നായിട്ട് പഠിക്കാൻ പറ്റുക. നിങ്ങളുടെ ബുദ്ധിയും ചിന്തയും എത്രത്തോളം എപ്പോൾ ഉണർന്നിരിക്കുന്നോ ആ സമയം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുക. എനിക്ക് ഉച്ചയ്ക്ക് ശേഷം പഠിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. 2 മണി തൊട്ട് ഒരു 3-4 മണിക്കുള്ളിൽ എനിക്ക് പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്, വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒരു റാങ്ക് ഹോൾഡർ അല്ലെങ്കിൽ ഒരു റാങ്ക് ലിസ്റ്റിൽ ഒന്നാമതെത്തിയ ആൾ 2 മുതൽ 4 വരെ ഇരുന്ന് പഠിക്കുന്ന ആളാണ് ഉച്ചയ്ക്കെന്ന് പറഞ്ഞ് ഞാനും ആ സമയം തിരഞ്ഞെടുത്താൽ എനിക്കതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. അപ്പം നിങ്ങളുടെ സമയം ഏതാണ് എന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. ആ സമയം തിരഞ്ഞെടുത്ത് ആ സമയം മറ്റൊരു ഡിസ്ട്രാക്ഷനും വേണ്ടി പോകില്ല എന്ന് നിങ്ങൾ ഉറപ്പിക്കുക. അത് രാവിലെ ആകാം, രാത്രിയാകാം, ഉച്ചയാകാം, ഏത് സമയവുമാകാം. മൂന്നാമതായിട്ട്, ദയവ് ചെയ്ത് നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച ആൾക്കാരുടെ ഒരു ഡേയിൽ എങ്ങനെയാണ് അവർ പഠിക്കുന്നത് ഇതൊന്നും അനുകരിക്കാൻ ശ്രമിക്കാതിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടൊരു സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കുക. നാളെ ലോകം നിങ്ങളുടെ സ്റ്റൈലിനെ നോക്കാൻ വരണം, അതുമാത്രം മതി. മറ്റൊരാളുടെ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങളും അവരുടെ സാഹചര്യങ്ങളും ഒരുപോലെ ആവണമെന്നില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, സാമ്പത്തികമായിട്ട് നല്ല നിലയിലെത്തി നിൽക്കുന്ന ഒരു കുട്ടി, ഫിനാൻഷ്യലി യാതൊരു ബുദ്ധിമുട്ടുമില്ല, ഫാമിലിയുടെ ഭാഗത്തു നിന്നും ആ കുട്ടിക്ക് യാതൊരു തരത്തിലുള്ള സ്ട്രെസ്സും കൊടുക്കുന്നില്ല, കുട്ടിയോട് പഠിക്കാൻ പറയുകയാണ്, എല്ലാ സമയത്തും വേണ്ട ഭക്ഷണം കുട്ടിയുടെ അമ്മ തയ്യാറാക്കി കൊടുക്കും, കുട്ടിക്കൊന്നും ചെയ്യേണ്ട, ഒരു ജോലിയും ചെയ്യേണ്ട, ഫുൾ ടൈം പഠിച്ചാൽ മതി. അങ്ങനെ ഇരുന്ന് ഒരു കുട്ടി പഠിക്കുകയാണ്. ആ പഠിക്കുന്ന കുട്ടി റാങ്ക് ലിസ്റ്റിൽ ഒന്നാമതെത്തിയെന്ന് കരുതുക. നിങ്ങൾ ആ കുട്ടിയുടെ പഠന രീതിയെ അനുകരിക്കാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ അതുപോലെ പറ്റുന്നില്ല എന്നോർത്ത് വിഷമിച്ചാൽ, നമുക്ക് വിഷമിച്ചിരിക്കാനേ പറ്റൂ. നമ്മുടെ ജീവിത സാഹചര്യം നമുക്ക് മാത്രമേ അറിയൂ. അതിനെ എന്ത് ചെയ്യുക, അതിനെ നമുക്ക് വേണ്ട രീതിയിൽ പരുവപ്പെടുത്തിയെടുത്ത് നമ്മൾ പഠിക്കാൻ നോക്കുക. കുഞ്ഞുങ്ങളുള്ള ഒരുപാട് അമ്മമാർ ഇത് കേൾക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് ഹൗസ് വൈഫ് ഇത് കേൾക്കുന്നുണ്ടാവാം, ജോലിക്ക് പോകുന്ന ഒരുപാട് ആൾക്കാർ ഇത് കേൾക്കുന്നുണ്ടാവാം. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഏറ്റവും നല്ല സമയം കണ്ടുപിടിച്ച് ആ സമയത്തെ പരമാവധി യൂട്ടിലൈസ് ചെയ്യുക. ഇതാണ് നമുക്ക് ചെയ്യാനുള്ള രണ്ടാമത്തെ കാര്യം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവുക, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലും നമ്മളിലും വിശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. രണ്ടാമതായിട്ട്, നമുക്ക് വേണ്ടി നമ്മുടെ ബെസ്റ്റ് ടൈം ഏതാണ് ഒരു ദിവസത്തിലെന്ന് കണ്ടുപിടിച്ച് ആ സമയത്തെ പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കുക. ആ സമയത്ത് നമുക്കുണ്ടാകുന്ന എല്ലാ ഡിസ്ട്രാക്ഷൻസിനെയും നമ്മൾ ഒഴിവാക്കി മാറ്റുക. ഇത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലെങ്കിലും ഞാൻ വെറുതെ ഒന്ന് പറയുകയാണ്. ഇപ്പോൾ വീട്ടമ്മമാർക്കും കുട്ടികളുള്ള അമ്മമാരും ഒക്കെ അവർ ജോലി ചെയ്യുന്നുണ്ടാവാം, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവാം, അവർക്കത് ചെയ്യാതെ പറ്റില്ല എന്നൊരു സിറ്റുവേഷനിലായിരിക്കാം. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് പരമാവധി നേരത്തെ കാര്യങ്ങളെ മുഴുവൻ ചെയ്ത് തീർത്ത് വെക്കുക. ലൈഫിൽ കുറച്ചൊക്കെ കോംപ്രമൈസിന് നിങ്ങൾ തയ്യാറാവുക. മറ്റ് ജോലികളിലൊക്കെ നമ്മൾ പെർഫെക്റ്റ് ആവണം എന്നുള്ള നമ്മുടെ ചിന്താഗതികൾ മാറ്റുക. ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാതിരിക്കാം, അത് നിങ്ങളുടെ കഴിവില്ലായ്മയോ പോരായ്മയോ അല്ല, നിങ്ങളുടെ വലിയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണ്, ചില കാര്യങ്ങളെ നിങ്ങളൊന്ന് സെക്കൻഡറി ആക്കി മാറ്റുകയാണെന്ന് മാത്രം ഓർത്താൽ മതി. പിന്നീട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ സമയമില്ല എന്ന് പരിതപിക്കുന്ന കാര്യം ആദ്യം കളയുക. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കുറച്ച് സമയം മതി, ഉള്ള സമയത്തെ നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. എങ്ങനെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നുള്ളതിലല്ല, നമ്മളെങ്ങനെ സ്മാർട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. പിന്നെ നമ്മൾ ഒരുപാട് പണം മുടക്കി ആ ഗൈഡ് ഈ ഗൈഡ് ആ മെറ്റീരിയൽ ഈ മെറ്റീരിയൽ ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിൽ യാതൊരു അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കേൾക്കുന്ന എല്ലാവരുടെയും കയ്യിൽ ഒരു ഗൈഡെങ്കിലും അല്ലെങ്കിൽ ഒരു മെറ്റീരിയലെങ്കിലും ഉണ്ടാവും. ആ കയ്യിലുള്ള മെറ്റീരിയൽസിൻ്റെ ഒതൻറ്റിസിറ്റി പരിശോധിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പം ഗൈഡാണെങ്കിലോ ഏത് മെറ്റീരിയൽ ആണെങ്കിലോ അതിലുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റ് തന്നെയാണോ? കാരണം ഒരുപാട് ഗൈഡുകളിൽ തെറ്റായ ഉത്തരങ്ങൾ വരാറുണ്ട്. അപ്പോൾ അത് കറക്റ്റ് തന്നെയാണോ, അപ്ഡേറ്റഡ് ആണോ, ഏതെങ്കിലും ലേറ്റസ്റ്റ് വെർഷനാണോ എന്നൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. അത് ചെക്ക് ചെയ്യാൻ ഒരുപാട് സമയമൊന്നും എടുക്കാൻ പാടില്ല കേട്ടോ. ഒരു 5-10 മിനിറ്റിനുള്ളിൽ അതൊന്ന് നോക്കുക. അത് നമ്മൾ ഗൂഗിളിൽ നോക്കുമ്പോഴും ആമസോണിലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ റിവ്യൂ ഒക്കെ നോക്കുമ്പോഴും നമുക്കത് മനസ്സിലാക്കാം, അത്യാവശ്യമൊക്കെ മനസ്സിലാക്കാൻ പറ്റും.
അതിനുശേഷം ഇതിനെ പൂർണ്ണമായും ആശ്രയിക്കാനല്ല ഞാൻ പറയുന്നത്, അതിനൊരു വശത്തേക്ക് മാറ്റി വെക്കുക. നമ്മളിപ്പോൾ എത്ര മണിക്കൂർ പഠിക്കാനെടുക്കുന്നോ അതിലെ ഒരു ചെറിയ സമയം മാത്രം ആ ഗൈഡിന് കൊടുക്കുക. അത് ഗൈഡിനെ പൂർണ്ണമായും ഗൈഡാണ് നിങ്ങളുടെ ആ മെറ്റീരിയൽ എന്ന് പറഞ്ഞല്ല പ്രിപ്പയർ ചെയ്യേണ്ടത്. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളെ ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടുതൽ ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ടുമാണ് നിങ്ങൾ ഈ ഗൈഡുകളൊക്കെ ആശ്രയിക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് കറണ്ട് അഫേഴ്സിന് നല്ലൊരു ഫോക്കസ് കൊടുക്കണം. കറണ്ട് അഫേഴ്സ് പരമാവധി കളക്ട് ചെയ്യുക. നമ്മളെപ്പോഴും പഠിക്കാൻ തുടങ്ങി കഴിയുമ്പോഴാണ് നമുക്ക് ആ മെറ്റീരിയൽ ഇല്ല, ഇതില്ല, ഇങ്ങനെയൊക്കെ. അപ്പോൾ ഡെയിലി നിങ്ങൾ ഓരോ കാര്യങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുക. കറണ്ട് അഫേഴ്സിനൊക്കെ വേണ്ടിയിട്ട് കൃത്യമായ മെറ്റീരിയൽസിനെ ആശ്രയിക്കുക. കറണ്ട് അഫേഴ്സ് നല്ല രീതിയിൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. പിന്നീട് നമുക്ക് ക്രാക്ക് ചെയ്യാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് എത്രത്തോളം ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാൻ സാധിക്കുമോ അത്രത്തോളം ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുന്നു, യാതൊരു കാരണവശാലും ഒരു ചോദ്യം ഡയറക്റ്റ് വരുന്നു, അതിന് ഉത്തരം ഡയറക്റ്റ് ഓപ്ഷൻ തരുന്നു എന്നുള്ള തരത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. മറിച്ച് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാം. കൂടുതലും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഉണ്ടാകാം. അപ്പോൾ ഏത് തരത്തിൽ വന്നാലും നമ്മളതിനെ നേരിടാൻ സജ്ജരായിരിക്കണം എന്നതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. എത്രത്തോളം പരീക്ഷ എഴുതുന്നോ അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യും, അത്രത്തോളം നമ്മുടെ ഭയം മാറിക്കിട്ടും. ആദ്യമൊക്കെ നിങ്ങൾക്ക് 100 ചോദ്യം ചെയ്യുമ്പോൾ ഒരു ചോദ്യത്തിന് വരെ ഉത്തരം മാത്രം ശരിയാവുന്നവരുണ്ടാവാം. ചിലപ്പോൾ ഒറ്റ ഉത്തരം പോലും നിങ്ങൾക്ക് ശരിയാകണമെന്നില്ല. 90 മാർക്കൊക്കെ നേടാൻ സാധിക്കാം, അതിന് മുകളിലേക്ക് സാധിക്കാം. പക്ഷേ ഇത് നിങ്ങളുടെ എന്ത് ചെയ്യരുത്, കോൺഫിഡൻസിനെ നിർണ്ണയിക്കരുത്. നിങ്ങൾ ഓവർ കോൺഫിഡൻറ്റും ആകാൻ പാടില്ല, കോൺഫിഡൻസ് ഇല്ലാതെ ഇരിക്കാനും പാടില്ല. നമ്മൾ പോകെ ചെയ്ത് വരും തോറും എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്തു വരും തോറും നമ്മുടെ ഓർമ്മ കൂടും, നമ്മൾ പരീക്ഷയോടുള്ള ഭയം മാറും, നമ്മൾ അത്രത്തോളം എന്ത് ചെയ്യും, അതുമായിട്ട് കണക്റ്റഡായിട്ട് മാറും. ഈ കറണ്ട് അഫേഴ്സ് നോക്കുന്നതിനോടൊപ്പം എല്ലാ സബ്ജക്റ്റിനും വേണ്ടിയിട്ട് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ആ സ്പെൻഡ് ചെയ്യുന്ന സമയത്തിൽ ഞാൻ പറയട്ടെ, ഇപ്പോൾ മുൻ പരീക്ഷകളുടെ ഒന്നും വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ PSCയുടെ ഇന്നു വരെ നടന്ന പരീക്ഷകളെ വെച്ചുകൊണ്ടോ ഒന്നും ഒരിക്കലും ഇനി വരാൻ പോകുന്ന പരീക്ഷ ഇങ്ങനെ ആയിരിക്കും, ഈ പോർഷനിൽ നിന്ന് മാത്രമായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക എന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇതുമാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, അതുമാത്രം പഠിച്ചിട്ട് പോയാൽ മതി എന്നും പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് അടിസ്ഥാനം തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അതിന് ഈ സമയം ധാരാളമാണ് എന്ന് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ഇപ്പോൾ മെയ് ഒരു മാസം പൂർണ്ണമായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ട്. ജൂൺ ഒരു മാസം പൂർണ്ണമായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ട്. ജൂലൈയിൽ എക്സാം ഉള്ളവർക്കാണെങ്കിൽ 2 മാസമുണ്ട്. ഓഗസ്റ്റിലുള്ളവർക്കാണെങ്കിൽ 3 മാസം കൈവശമുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ജൂൺ കൊണ്ട് പക്ഷേ എല്ലാം കംപ്ലീറ്റ് തീർക്കും എന്ന് മാത്രം കരുതിയാൽ മതി. വായന, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ടൊരു 3 പ്രാവശ്യത്തെങ്കിലും കംപ്ലീറ്റ് റിവിഷൻ, ഇത്രയും തീർക്കാൻ നിങ്ങൾക്ക് ഈ 2 മാസം മതി. നിങ്ങളുടെ സമയത്തെ നിങ്ങൾ ഡിവൈഡ് ചെയ്തെടുക്കുന്നതിൽ മാത്രമാണ് നിങ്ങളുടെ വിജയമുള്ളതെന്ന് ഓർക്കുക. നമ്മൾ ആദ്യം നമ്മളെ മനസ്സിലാക്കി നമുക്ക് വേണ്ട രീതിയിൽ സമയത്തെ മെരുക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ സമയത്തിനുള്ളിൽ പലർക്കും ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് ആ ടൈം ടേബിളിനെ നന്നായി യൂട്ടിലൈസ് ചെയ്യാനറിയാം. ചിലർക്കാണെങ്കിൽ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാനറിയാം, പക്ഷേ അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ അറിയില്ല. അപ്പോൾ ടൈം ടേബിൾ കൃത്യമായി ഫോളോ ചെയ്യാൻ കഴിവുള്ളവരാണെങ്കിൽ ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് അതിനെ ഫോളോ ചെയ്യുക. അല്ലാത്തവരാണെങ്കിൽ അതിനുവേണ്ടി മെനക്കെട്ടിരുന്ന് നിങ്ങളുടെ അത്രയും സമയം വേസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. മറിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ പ്ലാൻ ചെയ്യുക. നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് സമയം നോക്കി തന്നെ പഠിക്കണം. ഞാൻ 1 മണിക്കൂർ ഇരുന്ന് പഠിക്കും എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ പഠിക്കും, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇന്നത്തെ ദിവസം എത്ര പോർഷൻസ് കവർ ചെയ്യും എന്ന് ഫിക്സ് ചെയ്യുക. ആ പോർഷൻസ് കവർ ചെയ്യുക. അത് കവർ ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ട് പോകരുത്. നിങ്ങളിപ്പോൾ ബയോളജിയിൽ ഞാൻ SSCRT 5 മുതൽ 10 വരെയുള്ള പാഠപുസ്തകങ്ങളിൽ ഞാൻ 5, 6, 7 ഈ 3 ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ഞാൻ 2 ദിവസം കൊണ്ട് തീർത്തിരിക്കും എന്നാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ അത് തീർത്തിരിക്കണം. അത് കഴിഞ്ഞേ മറ്റൊരു പരിപാടിക്ക് പോകാവൂ. പിന്നെ എല്ലാ സബ്ജക്റ്റുകളും നോക്കാൻ ശ്രമിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ, അത് മാത്രം മതി, അല്ലെങ്കിൽ മാത്സ് മാത്രം മതി, ഇങ്ങനെയല്ല നിങ്ങൾ കരുതേണ്ടത്. എല്ലാ സബ്ജക്റ്റിനും അതിൻ്റേതായ പ്രയോറിറ്റി ഉണ്ട്. ഓരോ ദിവസവും ഓരോ സബ്ജക്റ്റിന് വേണ്ടിയുള്ള സമയം നമ്മൾ മാറ്റി വെച്ചേ പറ്റൂ. ആദ്യം നമ്മുടെ ഭയം എടുത്തു കളയുക, ഇതെല്ലാം കൂടി തീർക്കാൻ പറ്റുമോ എന്നുള്ളത്. 2 മാസം മതി നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ 100-നുള്ളിലെത്തും എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഗ്യാരണ്ടിയാണ്. പക്ഷേ ആ 2 മാസം നിങ്ങൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അത് നിങ്ങൾ എടുക്കേണ്ട ഒരു ദൃഢനിശ്ചയമാണ്.
പിന്നെ ക്ലൈമറ്റ് ഒന്നും നല്ലതല്ല, ചൂടും മഴയും അങ്ങനെ മാറി നിൽക്കുന്നുണ്ട്, ചൂട് നല്ല രീതിയിൽ കൂടുതലായിട്ടുണ്ട്. നമ്മുടെ ഹെൽത്ത് നോക്കാൻ നമ്മൾ ശ്രമിക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കുറേ ഇഷ്ടങ്ങളെയൊക്കെ പിടിച്ചു കെട്ടി അങ്ങനെ ഇരുന്നു കൊണ്ടല്ല നമ്മളൊന്നും നേടേണ്ടത്. പക്ഷേ എന്ത് ചെയ്യുക, ഒരു രീതിയിൽ അതിനെയൊക്കെ ഒന്ന് ഒതുക്കി നിർത്തുക. നന്നായിട്ട് ഫോൺ ഉപയോഗമുള്ള ആൾക്കാരാണെങ്കിൽ ഫോൺ നോക്കിയില്ല എന്ന് പറഞ്ഞ് മാറ്റി വെക്കണ്ട. ഒരു ദിവസം 10-15 മിനിറ്റൊക്കെ നോക്കുക. പരമാവധി അതിന് എന്ത് ചെയ്യുക, അതിൻ്റെ ഉപയോഗം ഒന്ന് കുറയ്ക്കുക. നമുക്ക് ജോലി കിട്ടുക, അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. ചുറ്റുപാടും നിന്ന് പറയുന്നവരെയോ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെയോ ഒന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, മൈൻഡ് ചെയ്യേണ്ട. പിന്നെ ഒരുപാട് സക്സസ് സ്റ്റോറികൾ കേൾക്കാനോ ഫെയിലിയർ സ്റ്റോറികൾ കേൾക്കാനോ പോകണ്ട എന്നാണ് ഞാൻ പറയുന്നത് ഈ ഒരു സമയത്ത്. കാരണം ചിലർക്ക് അതിൽ നിന്ന് മോട്ടിവേറ്റഡ് ആകാൻ പറ്റും, അതേസമയം ചിലർക്ക് അതിൽ നിന്ന് ഡെസ്പ് ആവാനും പറ്റും. നമ്മുടെ ഒരു സ്റ്റോറി, നമ്മുടെ സക്സസ് എന്നെങ്കിലും പുറത്തു വരുന്ന ആ ഒരു ദിവസം ഉണ്ടല്ലോ, അതുമാത്രം നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ പഠനം എന്ന് പറയുന്നത് ഒരു എളുപ്പപ്പണിയൊന്നുമല്ല. മടിയുള്ളവർക്കും അല്ലെങ്കിൽ കുറുക്കുവഴികൾ തേടി പോകുന്നവർക്കും ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല പഠിക്കുക എന്നുള്ളത്. അപ്പോൾ അവരെന്ത് ചെയ്യും, നിങ്ങളോട് പുതിയ പുതിയ കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യും. വളരെ വേഗത്തിൽ പണക്കാരനാകാം, ഇന്ന കാര്യങ്ങൾ ചെയ്യൂ, വളരെ വേഗത്തിൽ നിങ്ങൾക്കൊരു ജോലിയിലെത്താം, ഇങ്ങനെ ചെയ്യൂ. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ പരിശ്രമിക്കുക. അതിന് കുറുക്കുവഴികളില്ല, അതിന് എളുപ്പപ്പണികളില്ല, ഹാർഡ് വർക്ക് തന്നെയാണ്. പക്ഷേ ആ റിസൾട്ടിൽ എത്തുന്ന മൊമെൻറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൗഡാവാൻ പറ്റും. നിങ്ങളുടെ കഷ്ടപ്പാടും നിങ്ങളുടെ പരിശ്രമത്തിൻ്റെയും ഫലമാണ് നിങ്ങൾ നേടിയതെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉറക്കെ പറയാൻ പറ്റും. അപ്പം നമ്മുടെ ലക്ഷ്യം ഇത് മാത്രമേ ഉള്ളൂ. നമ്മൾ ജോലിക്ക് കയറി ആ സൈൻ ചെയ്യുന്ന ദിവസം മാത്രം, അതുമാത്രം ലക്ഷ്യം വെക്കുക. വരുന്ന എല്ലാ തടസ്സങ്ങളെയും നേരിടാൻ നിങ്ങൾ ശക്തരാവണം. എനിക്ക് തടസ്സം വരരുത് എന്ന് ആഗ്രഹിക്കുകയല്ല ചെയ്യേണ്ടത്. വരികയാണെങ്കിൽ വരട്ടെ, വരുമ്പോൾ ഞാൻ അതിനെ നേരിട്ടിരിക്കും എന്ന് മെൻ്റലി സ്ട്രോങ് ആവുക. 2 മാസം ഉണ്ട്, എനിക്ക് ആ 2 മാസം തന്നെ ധാരാളം ആണെന്നുള്ള ബോധ്യമാണ് നമുക്ക് ഈ പരീക്ഷയെ നേരിടാൻ വേണ്ട ആദ്യത്തെ ആയുധം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ സെൽഫ് കോൺഫിഡൻസോടെ, യാതൊരു വിധമായ സെൽഫ് ഡൗട്ടും ഇല്ലാതെ ഉള്ള സമയത്തെ പരമാവധി യൂട്ടിലൈസ് ചെയ്ത് നമ്മുടെ സബ്ജക്റ്റുകളെ എന്ത് ചെയ്യുക, ഈക്വലി ഡിവൈഡ് ചെയ്ത് പഠിക്കുക, പരമാവധി മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക, പരമാവധി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. പിന്നെന്ത് ചെയ്യുക, നമുക്ക് മെറ്റീരിയൽസിന് യാതൊരു ക്ഷാമവും ഇല്ല. നിങ്ങൾ യൂട്യൂബ് ഒന്ന് തുറക്കുകയോ ഗൂഗിളിലൊന്ന് നോക്കുകയോ ചെയ്താൽ നമുക്ക് പഠിക്കുന്നതിന് പരമാവധി മെറ്റീരിയൽസ് നമുക്ക് ലഭ്യമാണ്. അതിനെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, പരമാവധി പഠിക്കാൻ ശ്രമിക്കുക. അപ്പം എല്ലാവർക്കും വിജയമുണ്ടാകും. വിജയം ഉണ്ടാകാൻ വേണ്ട ഏറ്റവും വലിയ കാര്യം സെൽഫ് കോൺഫിഡൻസ് ആണ്, സെൽഫ് ലവ് ആണ്. അങ്ങനെ നമുക്ക് LDC പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ 100-ൽ ഒരാൾ നമ്മളായിട്ട് മാറണം. ഒന്നാമതെത്തണം എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ പഠിക്കുക. 100-ൽ ഒരാളായി മാറി നമുക്ക് ജോലി കിട്ടുക, ആ മൊമെൻറ്റ് മാത്രം ആലോചിച്ചാൽ മതി.